ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയിൽ 25 ലക്ഷത്തോളം വിശ്വാസികളാണ് പങ്കെടുത്തത്. തുടർച്ചയായ 34ാമത്തെ വർഷവും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. റമദാൻ 29-ാം രാവായ ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിലെത്തിയത് 25 ലക്ഷത്തോളം വിശ്വാസികളാണ്. ഒറ്റപ്പെട്ട രാവിന്റെ പുണ്യം കരസ്ഥമാക്കാനും ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമാണ് വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിയത്. ഹറം പള്ളിക്ക് സമീപത്തുള്ള റോഡുകളിലും മറ്റും കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ടാണ് പല വിശ്വാസികളും പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. ഹറം പള്ളിയിൽ റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഖതമുൽ ഖുർആൻ പ്രാർത്ഥന. ഹറംകാര്യ വിഭാഗ മേധാവി കൂടിയായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർച്ചയായ 34ാമത്തെ വർഷമാണ് ഷെയ്ഖ് സുദൈസ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിശ്വാസികളുടെ സാധാരണ ആവശ്യങ്ങളും പലസ്തീൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അരമണിക്കൂറോളം നീണ്ടു. اللهم إنك عفو تحب العفو فاعف عنا اعف عنا وعن آبائنا وأمهاتنا وولاة أمرنا وعلمائنا وأزواجنا وذرياتنا. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും വിവിധ ലോക നേതാക്കളും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഇതോടെ ഒരു മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികൾ നോമ്പെടുത്തത്. പട്ടിണി കിടന്നും ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും മനസ്സും ശരീരവും ശുദ്ധീകരിച്ച വിശ്വാസികൾ ഇനി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.